ക്ഷമ 2000-ലാണ് ഈ സ്വാമി നിത്യാനന്ദ ആശ്രമം തുടങ്ങുന്നത്. 2010 നടി രഞ്ജിത, സിനിമാ നടി രഞ്ജിതയുമായിട്ടുള്ള കിടപ്പറ ദൃശ്യങ്ങൾ ലീക്കാവുന്നു. അങ്ങനെയാണ് ഇങ്ങനെയൊരു സ്വാമി ഉണ്ടെന്നൊക്കെ ആളുകൾ അറിയുന്നത്. അതോടുകൂടി സ്വാമിയുടെ രാശി തെളിയുന്നു. സ്വാമി പ്രശസ്തനായി മാറി. പിന്നീട് ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു. കൊലപാതകം വരുന്നു, സാമ്പത്തിക തട്ടിപ്പ് വരുന്നു, പീഡനം വരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ സ്വാമി ഇങ്ങനെ ഈ യുവതികളോടൊപ്പം ജീവിതം ആഘോഷിച്ച് ജീവിച്ച ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളെല്ലാം വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഇദ്ദേഹം രാജ്യം വിട്ടിട്ട് കൈലാസ എന്ന് പറയുന്ന അദ്ദേഹം സ്വന്തമായി ഒരു രാജ്യമൊക്കെ സ്ഥാപിച്ച് അവിടെ ഇങ്ങനെ സസുഖം വാഴുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അത് മാത്രമല്ല, ഈ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ വരും. അതൊക്കെ വലിയ റീച്ചാണ്. അത് ആളുകൾ കാണാൻ ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഇപ്പോൾ വന്ന ഒരു വാർത്ത ഇദ്ദേഹം സമാധിയായി എന്നാണ്. അത് ശ്രീ നിത്യസുന്ദരേശ്വരാനന്ദ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തന്നെ ബന്ധുവുണ്ട്. ഈ ബന്ധു ആയിട്ടുള്ള സ്വാമിയാണ്. ആ സ്വാമിയാണ് വന്നിട്ട് പറയുന്നത് സ്വാമി ഈ ലോകം വിട്ടുപോയി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ 2 ദിവസമായിട്ട് ഇതിനൊരു സ്ഥിരീകരണമില്ല. പക്ഷേ ഇപ്പോൾ ആശ്രമം തന്നെ അത് നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ സ്വാമി നിത്യാനന്ദയുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നു സ്വാമി സമാധിയായിട്ടില്ല, മരിച്ചിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. മാർച്ച് 30-ാം തീയതിയുള്ള ഒരു ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വാമി നിത്യാനന്ദ ജീവനോടെ ഉണ്ടോ ഇല്ലയോ? ഇതൊരു ഏപ്രിൽ ഫൂൾ എന്നുള്ള തരത്തിലുള്ള വാർത്തയാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. അതോ ഇവർക്കിടയിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ, വലിയ 1000 കോടിയുടെ സ്വത്താണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവർക്കിടയിൽ? ഇദ്ദേഹത്തിൻ്റെ അനുയായികളും പിന്നെ ഇത് സ്വത്ത് സ്വന്തമാക്കാനുള്ള ഈ ബന്ധുവായ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകളുടെ എന്തെങ്കിലും അജണ്ട ഉണ്ട്? ഇത് നമുക്കറിയത്തില്ല. കാരണം പുള്ളി വേറൊരു രാജ്യത്തും കൈലാസയിലായതുകൊണ്ട് നമുക്കിത് അറിയാനും മാർഗമില്ല. ഈ നിത്യസുന്ദരേശ്വരൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനാണ്. സഹോദരിയുടെ മകൻ അരുണാചലം രാജശേഖരൻ എന്നാണ് ഇയാളുടെ പേര്. അരുണാചലം രാജശേഖരൻ എന്നാണ് ഒഫീഷ്യൽ നെയിം. അദ്ദേഹം പിന്നെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ ഒരു പിന്നെ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു യാചകനായിരുന്നു. വലിയ കഥയുണ്ട് അതിനകത്ത്. യാചകനായിരുന്ന അരുണാചലം രാജശേഖരൻ ഈ പിന്നെ ദൈവിക ചൈതന്യം തനിക്കുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും അതൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം നിത്യാനന്ദ ധ്യാനപീഠം എന്ന് പറയുന്ന ഒരു ഹിന്ദു മത സംഘം രൂപീകരിച്ചു. ഇങ്ങനെയാണ് പിന്നീട് അദ്ദേഹം ആശ്രമമൊക്കെ ആരംഭിക്കുന്നത്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഈ പറയുന്ന ധ്യാനപീഠത്തിന്, നിത്യാനന്ദ ധ്യാനപീഠത്തിന് ആശ്രമങ്ങളുണ്ട്, ധാരാളം സ്ഥലങ്ങളിൽ ഉണ്ട്. 2022 ഓർമ്മയുണ്ട്, 2022 ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നു. 2022 ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് വാർത്ത വരാൻ കാരണം ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയ പ്രഖ്യാപിച്ചതാണ്. ഇദ്ദേഹം മരണപ്പെട്ടു, ഇദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവുമില്ല എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഇവരുടെ ഈ പറയുന്ന കൈലാസ പ്രതികരിച്ചത് ഈ സ്വാമി നിത്യാനന്ദ, അവരെ വിളിക്കുന്നത് ഭഗവാൻ നിത്യാനന്ദ പരമശിവൻ എന്നാണ് അവരിദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. നിത്യാനന്ദ പരമശിവൻ. അപ്പം ഭഗവാൻ നിത്യാനന്ദ പരമശിവൻ സമാധിയിലാണെന്നും ആ സമാധി സമയത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കാറില്ല എന്നും അദ്ദേഹം മറ്റുള്ളവരോട് പ്രതികരിക്കാറില്ല, സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് പ്രതികരിക്കില്ല എന്നുമാണ് അന്ന് അവർ പ്രതികരിച്ചത്. അന്ന് അവരുടെ മറുപടി അക്കാര്യത്തിലായിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയ പറഞ്ഞു ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസും അമിത ശക്തിയുള്ള മരുന്നുകൾ, മെഡിസിൻ ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ, ഉത്തേജകം വരുന്നു, ഗുരുതരമാണ് എന്നും ആണ് അന്ന് സോഷ്യൽ മീഡിയ പ്രഖ്യാപിച്ചത്. അതിനുശേഷം വീണ്ടും ഇവരുടെ പ്രതികരണം വന്നു. ഇപ്പം ഉഗാദി ആഘോഷത്തിൽ ഈ നിത്യാനന്ദ പങ്കെടുക്കുന്ന ഈ അവരുടെ ഇത് പറയുന്നത് പ്രകാരമാണെങ്കിൽ, അവരുടെ ഈ പറയുന്ന കൈലാസ പറയുന്ന പ്രകാരമാണെങ്കിൽ അവിടെ 2 ബില്യൺ വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അദ്ദേഹം ഈ പറയുന്ന അനുഗ്രഹം നൽകി. അത് ലൈവായിട്ടും അല്ലാതെയും. ലൈവായിട്ട് അത്രയും പേർക്ക് നേരിട്ട് നൽകാൻ പറ്റൂലല്ലോ, അത്രയും പേർക്ക് നടക്കില്ല.
അപ്പോൾ ഇത് ആണ് പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. അത് മാർച്ച് 30, 2025, അതായത് കഴിഞ്ഞ മാസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ പറയുന്ന നിത്യാനന്ദയെ എതിർക്കുന്നവർ, ഹിന്ദു മതത്തെ എതിർക്കുന്നവർ ഒക്കെയാണ് ഇപ്പോൾ ഈ വാർത്തയുടെ പിന്നിൽ വന്നിരിക്കുന്നതാണ്. നേരത്തെ ഒരു യൂട്യൂബ് വീഡിയോയിൽ വന്ന് ഇദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ കാലം ചെയ്ത ശേഷം ഇന്ത്യയിലേക്ക് എൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവരണം, അത് ബംഗളൂരുവിലെ ആശ്രമത്തിൽ അടക്കം ചെയ്യണം, സംസ്കരിക്കണം, സ്വത്തുക്കൾ മുഴുവൻ ഇന്ത്യ ഏറ്റെടുക്കണം, ആ സ്വത്തുക്കൾ ഹിന്ദുമത വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെയാണ് ഈ മതത്തെ കൂട്ടുപിടിച്ചുള്ള ഏർപ്പാടുകളാണ്. അതേസമയം ഇദ്ദേഹത്തിനെതിരെ 2010 ഈ പറയുന്ന പോലെ ആ നടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വന്നു. അതിനുശേഷം തമിഴ്നാട് സ്വദേശികളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി അഹമ്മദാബാദിലെ പിന്നെ ആശ്രമത്തിൽ ഉപയോഗിക്കുന്നു, ശാരീരികമായി ഉപയോഗിക്കുന്നു. ഒരു 19-കാരിയെ തട്ടിക്കൊണ്ടുപോയി ആശ്രമത്തിൽ പാർപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിരവധി തട്ടിക്കൊണ്ടുപോകൽ, പോക്സോ അടക്കം നിരവധി കേസുകളാണ്. 30 തവണയാണ് ഹിയറിങ്ങിന് കയറാഞ്ഞത് വിവിധ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട്. 30 അല്ല 50-ലധികം കേസുകൾ ഹിയറിങ്ങിന് കയറിയില്ല. ഹിയറിങ്ങിന് ഹാജരായില്ല. ഹിയറിങ്ങിന് ഹാജരാവാൻ തയ്യാറല്ല. താൻ പരമശിവനാണെന്നാണ് നിത്യാനന്ദ പറയുന്നത്. ദൈവം പരമശിവനാണ്, പരമശിവനെ എന്തിന് കോടതിയിലേക്ക് വിളിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അങ്ങനെയാണ് ആൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഒടുവിൽ ഗുജറാത്ത് പോലീസ് പ്രഖ്യാപിച്ചു ഇദ്ദേഹം രാജ്യം വിട്ടു എന്ന് ഗുജറാത്ത് പോലീസ് പറഞ്ഞു. കാരണം അവിടെയാണ് കൂടുതൽ കേസുകളുമുള്ളത്. അഹമ്മദാബാദിൽ ആശ്രമമുണ്ട്, ബംഗളൂരിലും ആശ്രമമുണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട് ആശ്രമമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നിരവധി സ്ഥലങ്ങളിൽ ആശ്രമമുണ്ട്. ഈ ആശ്രമമുള്ള ഒട്ടുമിക്ക സ്ഥലത്തും കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തന്നെ മനഃപൂർവ്വം തൻ്റെ അനുയായികളെ തകർക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ നിത്യാനന്ദയുടെ ഒരു നിലപാട്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ രാജ്യത്ത് നിന്നാൽ പോരെ. വ്യാജമാണെന്നുണ്ടെങ്കിൽ രാജ്യം വിടേണ്ട കാര്യമില്ല. അതിൽ ഞാൻ പറഞ്ഞത്, ഇത് പറയുന്നത് മതത്തെ കൂട്ടുപിടിച്ചിട്ടാണ്. അതായത് മതത്തിനെതിരായിട്ടുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നാണ് കൈലാസ എന്ന് പറയുന്ന അവിടെ നിന്നും വരുന്ന എല്ലാ കാര്യങ്ങളിലും ഈ പറയുന്ന മതത്തെ കൂട്ടിയതാണ് ഒട്ടുമിക്ക കാര്യങ്ങളും പറയുന്നത്. അതായത് ഹിന്ദു മതത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതിൻ്റെ ഭാഗമായി ഭഗവാൻ നിത്യാനന്ദ പരമശിവനെയും ആക്രമിക്കുന്നു. ഇപ്പോൾ തന്നെ അവർ മാധ്യമങ്ങൾക്കെതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹിന്ദു മതത്തിനെതിരായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് ഭഗവാൻ കാലം ചെയ്തു എന്ന് വാർത്ത ഉണ്ടാക്കിയെടുത്തതാണ്. അതേസമയം ഈ പറയുന്ന സുന്ദരേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരീ പുത്രനാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളോട് ലൈവായി സംസാരിച്ചുകൊണ്ടിരിക്കവേ നിത്യാനന്ദ ജീവത്യാഗം ചെയ്തു എന്നാണ് പറഞ്ഞത്. ജീവത്യാഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയാമല്ലോ. നേരത്തെ സമാധി എന്നാണ് പറഞ്ഞത്, പിന്നെ ജീവത്യാഗം ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള ഇക്വഡോറിന് അടുത്തൊരു ദ്വീപ് ഇദ്ദേഹം വാങ്ങി. അത് വാങ്ങിയ ശേഷം അതിനാണ് കൈലാസ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൈലാസയിലേക്ക് വരാൻ സഞ്ചാരികൾക്ക് വരുന്നതിന് വേണ്ടി, വിശ്വാസികൾക്ക് വരുന്നതിന് വേണ്ടി ഒരു വിശ്വാസിക്ക് 3 ദിവസമാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് ഏത് രാജ്യത്തു നിന്നാണെങ്കിലും ഓസ്ട്രേലിയയിൽ വരിക, ഓസ്ട്രേലിയയിൽ നിന്ന് ഈ പറയുന്ന കൈലാസയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എത്തിക്കും. അത് ഈ നിത്യാനന്ദ ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. ഈ കൈലാസയ്ക്ക് സ്വന്തമായി ഫ്ലാഗ് ഉണ്ട്. സ്വന്തമായി ഫ്ലാഗ് ഉണ്ട്. കൈലേഷ്യൻ ഡോളർ എന്ന് പറഞ്ഞ് ഡോളറുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയിലും വാണിജ്യ മേഖലയിലും എല്ലാം തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെന്നാണ് അവർ ഇത് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ദ്വീപിനെയും മേടിച്ചിരിക്കുക, പൂർണ്ണമായും മേടിച്ചിരിക്കുക. അപ്പോൾ ഇത്രയധികം ആളുകളെയും അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന തമിഴ്നാട്ടിലെ ഒരു മേഖലയിൽ കിടന്ന ഒരാൾ ഇത്രയും വലുതായിട്ട് ഉയർന്നു വന്നു, ഇത്രയധികം സാമ്പത്തികമായി ഉയർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരർത്ഥത്തിലല്ല, സാമ്പത്തിക നേട്ടം എങ്ങനെ ഉണ്ടാക്കി, അതൊരു വലിയ കാര്യമാണ്. സമ്പത്തുണ്ടാക്കി എടുത്തു. ഇപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ പലരും ഭരിച്ചതാണല്ലോ, പലരും ഭരിച്ചതാണ് രാജ്യം, പലരും ഭരിച്ചു, പല ആളുകൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഭരിച്ചതാണ്.
അപ്പോൾ ഇതിൻ്റെ ഇൻ്റർപോള് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്ന ആളാണ്. ഇൻ്റർപോൾ തേടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ നമുക്ക് അവിടെ ആക്സസ് ഇല്ല. അതാണ് നമുക്ക് പോയി അവിടെ പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. നമുക്കവിടെ ആക്സസ് ഇല്ല. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? പിടികൂടി കൊണ്ടുവന്ന് വിചാരണ നടത്താനുള്ള ഏർപ്പാട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ പോയി കയറി പിടിക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതാണൊരു പ്രശ്നം. അതാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം. നിരവധി കേസുകളുണ്ട്. പിന്നെ 2019 ഗുജറാത്ത് പോലീസ് പറഞ്ഞത്. 2019 ഗുജറാത്ത് പോലീസ് പറഞ്ഞു രാജ്യം വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മരിച്ച ശേഷം ഇങ്ങോട്ട് വരാൻ തയ്യാറാണ്. രാജ്യം വിട്ടു എന്നുള്ളത് പിന്നെ പോയി കൈലാസ എന്നൊക്കെയുള്ള രാജ്യമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആണ് നമ്മളും അറിയുന്നത്. വാർത്തയിലൊക്കെ അത് വരുന്നു. രാജ്യം ഇതൊക്കെ നേരത്തെ പോലീസ് അറിഞ്ഞ സാധനമാണ്. പോലീസ് അറിഞ്ഞതാണ്. കാരണം ഇത്രയധികം പോലീസ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന പോലെ ഇത് വലിയ വിവാദമായി വലിയ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്തൊക്കെ പോലീസ് ഒരുപാട് തേടിയതാണ് പോലീസ്. എന്നിട്ട് നടന്നില്ല. ഇങ്ങനെ പൈസ ഉള്ളവർക്ക് ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്വന്തമായിട്ട് മുങ്ങാനുള്ള ഏർപ്പാടുകൾ ഇഷ്ടം പോലെയുണ്ട്. അത് ഏത് രാജ്യത്തു നിന്നാണെങ്കിലും, ഏത് രാജ്യമൊന്നുമില്ല, ചില രാജ്യങ്ങളിൽ നിന്ന് മുങ്ങിക്കൊണ്ടു പോകാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളെന്ന് പറയുന്നത് പോക്സോ കേസുകൾ ഉണ്ട്, ധാരാളമുണ്ട്. പോക്സോ കേസ് 7 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 7 പോക്സോ കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ തട്ടിക്കൊണ്ടുപോകലുണ്ട്, അത് 17 എണ്ണമുണ്ട്. അത് ശരി. തട്ടിക്കൊണ്ടുപോകലും 17 എണ്ണം പറഞ്ഞിരിക്കുന്നു. ഇത്രയധികം കേസുകളുണ്ട്. പിന്നെ സാമ്പത്തിക തട്ടിപ്പ് അതുണ്ട്, അനധികൃതമായ സ്വത്ത് സമ്പാദനം, എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക തൊട്ട് പോയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ കേസുകളുടെയൊക്കെ കാര്യത്തിൽ പിന്നെ ഇതിൻ്റെയൊക്കെ വിചാരണ പല സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ കേസുകളൊക്കെ പല സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. പല സംസ്ഥാനങ്ങളും പലരാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പിന്നെ ആളുകൾ വിവാദ നായകന്മാർ. ഇദ്ദേഹം ഒരു വിവാദ നായകനാണ്. പക്ഷെ ആ വിവാദം അദ്ദേഹം ആഘോഷിക്കുന്നുണ്ടായിരുന്നു, എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ വിവാദം നല്ല രീതിയിൽ ആഘോഷിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വിവാദം ആഘോഷിച്ച് ഇങ്ങനെ കാര്യങ്ങളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ മതത്തെ കൂട്ടുപിടിച്ചാൽ ഏത് മതമാണെങ്കിലും മതത്തെ കൂട്ടുപിടിച്ചാൽ കുറേ കാലമൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. അത് വൈകാരികമായി പിടിക്കണം. വൈകാരികമായി ഒരു മതത്തെ കൂട്ടുപിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ കൂടുതൽ ആളുകൾക്കും കയറി തൊടാനൊരു ഭയം ഉണ്ടാവും. ഇപ്പം പോലീസിനാണെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകുമോ എന്നൊരു ചിന്ത വരും, ഇല്ലേ? തീർച്ചയായും വരും. ഇവിടെ തന്നെ പല സ്ഥലങ്ങളിലും, നമ്മുടെ കേരളത്തിൽ തന്നെ ചില സ്ഥലങ്ങളിലൊന്നും ഒരു കയറി പോലീസിനെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. കയറി പോലീസ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവിടെ ജനം ഇളവും, പിന്നെ പോലീസിന് പിടിച്ചാൽ കിട്ടില്ല. പോലീസിനെ കൊണ്ട് പിന്നെ അത് ചെറിയ ഈ പറയുന്ന പോലെ ആ സംഘർഷം അവർ തന്നെ അങ്ങ് കെട്ടടക്കുന്നെങ്കിൽ അങ്ങ് അടക്കട്ടെ എന്ന് പോലീസ് അങ്ങ് വിചാരിക്കും. ഇവർ കയറി തൊട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ആളിക്കത്തും കയ്യിൽ നിൽക്കാതാവും. മുമ്പ് ഇവിടെ നടന്ന കലാപങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം. ആ 2 കൂട്ടരെ ഏറ്റുമുട്ടിക്കൊണ്ട് നിന്നപ്പം പോലീസ് പോയിട്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാതെ പോലീസ് പോയി ഇടപെടാൻ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴാണ് കലാപം വലുതായത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് മതത്തെ കൂട്ടുപിടിച്ച് കുറേ കാലമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും നിത്യാനന്ദ മരിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, ലൈവ് സ്ട്രീമിംഗ് ആണല്ലോ, ലൈവ് സ്ട്രീമിംഗ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ലൈവ് സ്ട്രീമിംഗ് പുറത്തുവിട്ട സ്ഥിതിക്ക് ഇനിയിപ്പം അതെ നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. എന്തായാലും ഈ വാർത്ത ഇന്നലെയാണ് വന്നത്. ഇന്നലെ April 1 ആയിരുന്നു. അതാണ് അങ്ങനെ ഒരു നരേഷൻ വരുന്നുണ്ട്. ഏപ്രിൽ ഫൂൾ. ഇപ്പൊ പിന്നെ ഏപ്രിൽ ഫൂൾ എന്നൊന്നും ആരും ഇപ്പൊ അങ്ങനെ വലിയതായിട്ട് ആരും. എന്നാലും സ്വന്തം മാമനെ കുറിച്ചല്ലേ സുന്ദരേശ്വരൻ പറഞ്ഞു. സുന്ദരേശ്വരൻ April ഫൂളും ഉണ്ടാക്കിയത് സ്വന്തം മാമൻ തട്ടിപ്പോയെന്ന് പറഞ്ഞിട്ടാ. സുന്ദരേശനെ ഒന്നും അവിടെ അങ്ങനെ വെച്ചോണ്ടിരിക്കുമെന്ന് തോന്നുന്നില്ല. അതെ. ശരി.